ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം എൻ്റെ വീഡിയോ ശരിക്കും പറഞ്ഞ ഒരു മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലിനെ പോലൊക്കെയാണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഓരോ വീഡിയോയും ഓരോ മെമ്മറി അല്ലേ. ഞാൻ ഇന്നും വീഡിയോ ഇട്ട് വെറുപ്പിക്കുന്നില്ലല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ വീഡിയോ നമുക്ക് തന്നെ പിന്നീട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത്. ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായിരുന്നു കുറച്ചിങ്ങനെ റീച്ച് ആവണം, നല്ലയാവണം എന്നൊക്കെ. പക്ഷേ ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിനൊക്കെ കഷ്ടപ്പെടണമെന്ന്. പിന്നെ നമ്മൾ മടി കൂടാതെ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണം, അതിനെന്നും കണ്ടൻറ്റ് വേണം. ഇതൊന്നും എനിക്കില്ല. പിന്നെ ഞാനിപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ലൈഫ് ജേണിയിലും നമുക്ക് ഓരോ മൊമെൻറ്റ്സ് ഇല്ലേ, അത് ക്യാപ്ചർ ചെയ്തിട്ട് അതെവിടെയെങ്കിലും കൊണ്ടിട്ട് വെക്കണമല്ലോ. എൻ്റെ കയ്യിലൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇരുന്നാൽ പോവും. അപ്പം യൂട്യൂബിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ കുറേ വർഷം കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കും, ആ സമയത്ത് ഞാൻ അതുപോലെ ആയിരുന്നു എന്ന്. അരണ്യ, നീ ആയിരുന്നല്ലേ അരണ്യ? ആരി ആരി വേഗ ചേച്ചി നോയിക്കേ നോയിക്കേ. പിന്നെ ഇതിൻ്റെ മുമ്പിലൊരു വീഡിയോ കാണിച്ചില്ല, എൻ്റെ ഒരു വള, അതെൻ്റെ അനിയൻ കൊണ്ട് തന്നെയാണ്, ഫ്രം ജയ്പൂർ. ആൻഡ് ദേവ, ഞാൻ ഇനിയും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇതെന്താണെന്നറിയാമോ, നമ്മുടെ ഫേമിൽ നമ്മുടെ ആർട്ടിക്കിൾസ് CA ഇൻ്ററൊക്കെ ക്ലിയർ ചെയ്തു. അപ്പോൾ അതിനുള്ള ചെറിയൊരു ഒരു സംഭവം, ഒരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ അവർ നമുക്ക് ഷവർമയും വാങ്ങിച്ചു തന്നു. നല്ല സ്നേഹമുള്ള പിള്ളേരാണ്, എന്ത് ചെയ്യാനാ. എന്തായാലും ഇതൊരു നല്ല മെമ്മറി ആയിരുന്നു. പിന്നെ ഞാനിനി നമ്മുടെ ഓഫീസിൽ കുറച്ച് നാളും കൂടെ അല്ലേ ഉള്ളൂ. സോ ഇതൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാമല്ലോ. പിന്നെ ഈ വായി വെച്ച് കൊടുക്കുന്ന ആരാന്നറിയാമോ, ഇതാണ് നമ്മുടെ പിള്ളസാറ്. പിള്ളസാറിനെ പറ്റി പറയുകയാണെങ്കിൽ പിള്ളസാറ് ഭയങ്കര സ്വീറ്റാണ്, അടിപൊളിയാണ്. പിള്ളസാർ മാത്രമല്ല, മാത്യു സാറുണ്ട്. ITRൻ്റെ ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാത്യു സാറ് പറഞ്ഞു തരും. പിന്നെ എല്ലാവരും അവിടെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര നല്ല അടിപൊളി ആൾക്കാരാണ്. ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ ഭയങ്കര അടിപൊളിയാണ്. അവസരങ്ങൾ അടുത്ത റിസൾട്ടിനും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എല്ലാവരും തീവ്രമായ പരിശ്രമത്തിൽ ഏർപ്പെടണമെന്നുള്ള അഭ്യർത്ഥന എല്ലാവരും സന്തോഷകരമായ ഈ ദിവസത്തിൽ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ പോയി, നമ്മൾ മന്തി കഴിക്കാൻ പോയി. സത്യം പറഞ്ഞാൽ ഈ ഒരു പോക്ക് നമ്മൾ കുറേ നാളോട്ട് പറഞ്ഞ് അവസാനം അതൊരു റിയാലിറ്റി ആയിട്ട് വന്നതാണ്. എപ്പോഴും വിചാരിക്കും നമ്മൾ പോകണമെന്ന്, പക്ഷേ ആരും കറക്റ്റ് സമയത്ത് കാണത്തില്ല. പിന്നെ അങ്ങനെ നീണ്ട് പോയി. നോർമലി ഈ നമ്മളീ പോയ കടയുണ്ടല്ലോ, അവിടുത്തെ മന്തി വീട്ടിലോട്ട് വാങ്ങിക്കുമ്പം അത്ര രസമില്ല, ഒരു വൈബില്ല. പക്ഷേ അവിടെ പോയിട്ടിരുന്ന് കഴിക്കാൻ നല്ല വൈബുണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, അതാണ് രസം. എല്ലാവരെയും കിട്ടി ഒരുമിച്ച്. പിന്നെ അനുചേച്ചി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, നന്ദിനി എൻ്റെ വീഡിയോ എടുക്കരുത്. ബട്ട് ഇറ്റ്സ് ഓക്കെ അനുചേച്ചി, ഇതൊക്കെയല്ലേ ഒരു രസം. ആര്യ, അരണ്യ, ശ്രീലക്ഷ്മി ചേച്ചി, ജ്യോതി ചേച്ചി, ജാനകി ചേച്ചി, ആദ്ര ചേച്ചി, സുജി ആൻറ്റി, നമ്മുടെ മേഘപ്രദീപ് ഉണ്ടായിരുന്നു, ആര്യ, അരണ്യ, എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളി ഒരു ദിവസമായിരുന്നു. പിന്നെ അനുചേച്ചിയാണ് സർവ് ചെയ്യുന്നത്, കാരണം അനുചേച്ചിക്ക് നല്ലപോലെ സർവ് ചെയ്യാൻ അറിയാം. അതുമാത്രമല്ല, അനുചേച്ചി നല്ലൊരു കുക്കാണ്. നല്ല ഒരു അടിപൊളി തക്കാളിക്കറിയൊക്കെ ഉണ്ടായ ഒരു ഫേമസ് ആയൊരു കുക്കാണ്. അപ്പം അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ആതിര ചേച്ചി കാണുന്ന പോലൊന്നുമല്ല, CA ഫൈനലിസ്റ്റൊക്കെയാണ്. പിന്നെ എൻ്റെ ITRൻ്റെ ഡൗട്ടൊക്കെ തീർത്തിരുന്ന ചേച്ചിയും കൂടാണ്. ചേച്ചി മാത്രമല്ല കേട്ടോ, അഭിമന്യു ചേട്ടനും എല്ലാം ചെയ്തു തരും. അഭിമന്യു ചേട്ടൻ എൻ്റെ KSCയുടെയൊക്കെ ഓഡിറ്റൊക്കെ ചെയ്യാൻ എന്നെ ഫുൾ അഭിമന്യു ചേട്ടനെ ഹെൽപ്പ് ചെയ്തതും. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടൊരാളാണ്. പിന്നെ ആതിര ചേച്ചിക്ക് എന്തോ ഒരു സെമിനാറുണ്ട്, അതുകൊണ്ട് അവിടെ ഇരുന്ന് പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ചെടി കണ്ടായിരുന്നു, അത് ഞാനവിടെ കൊണ്ടുവച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാലും അത് എല്ലാവരും എന്നെപ്പറ്റി ഓർത്ത് വെള്ളം ഒഴിച്ചോണം, ഓക്കെ. പിന്നെ വീട്ടിൽ വന്നു, തേൻമുട്ടായി കഴിച്ചു. ഞാൻ ആദ്യമായിട്ട് തേൻമുട്ടായി കഴിക്കുന്നത്, ഭയങ്കര ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ. പിന്നെ ജിമ്മിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മധുരമൊക്കെ കട്ട് ചെയ്യണമെന്ന്, പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ.